ഒരിക്കൽ ദൈവത്തിന്റെ പ്രവാചകനായി ഏലിയാവിനോട് കർത്താവ് പറഞ്ഞു, നീ സരഫത്തിലേക്ക് പോകും. ഏലിയാവ് സരഫത്തിലേക്ക് ചെന്നപ്പോൾ അവിടെ ഒരു സ്ത്രീയെ കണ്ടു. അവള് 2 വിറക് പറക്കി കൊണ്ടിരിക്കുകയാണ്. ഏലിയാവ് ആ സ്ത്രീയോട് പറഞ്ഞു, നീ പോയി എനിക്ക് അല്പം വെള്ളം കൊണ്ടുവരാം, വെള്ളത്തിന്റെ കൂടെ എനിക്ക് ഒരു ചെറിയ അടയും കൂടെ കൊണ്ടുവരാം. സ്ത്രീ മറുപടിയായിട്ട് ഏലിയാവിനോട് പറഞ്ഞു, യജമാനെ, എൻ്റെ കയ്യിൽ 1 പിടി മാവും അല്പം എണ്ണയും മാത്രമേ ഉള്ളൂ. അത് കഴിച്ച് ഞാനും എൻ്റെ കുഞ്ഞും മരിക്കാൻ ഒരുങ്ങിയിരിക്കുകയാണ്. ഏലിയാവ് മറുപടിയായിട്ട് അവളോട് പറഞ്ഞു, ഞാൻ പറഞ്ഞത് നീ അനുസരിക്കുക. നിന്റെ കലത്തിലെ എണ്ണ തീരത്തില്ല, നിന്റെ മാവിന്റെ അളവ് കുറയത്തില്ല. സ്ത്രീ പോയി അതേപോലെ ചെയ്തു. ആ ദേശത്തിൽ ക്ഷാമം ഉണ്ടായിരുന്നു. ക്ഷാമം മാറുന്നിടം വരെ ആ കലത്തിലെ എണ്ണ കുറഞ്ഞിട്ടില്ല, മാവിന്റെ അളവ് തീർന്നിട്ടില്ല. വചനത്തിൽ ഇങ്ങനെയാണ് എഴുതി വെച്ചിരിക്കുന്നത്, അവളും അവരുടെ കുഞ്ഞുങ്ങളും അവരുടെ വീട്ടുകാരും അതുകൊണ്ട് കാലം കഴിച്ചു. എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയ സഹോദരങ്ങളെ, ഇന്ന് ജീവിതത്തിൽ എല്ലാം അസ്തമിച്ചെന്ന് പറഞ്ഞായിരിക്കും ഒരുപക്ഷെ നമ്മൾ ആയിരിക്കും. ഇനി ഒരു കാരണവശാലും എനിക്ക് മുമ്പോട്ട് പോകാൻ കഴിയത്തില്ല, മരിച്ചാൽ മതി എന്ന് ചിന്തിക്കുന്ന പല വ്യക്തി ജീവിതങ്ങളുണ്ട്. അവരെ നോക്കി കർത്താവ് പറയാണ്, നിന്റെ മരണവിധികളെ യേശു കർത്താവിന് മാറ്റി എഴുതാൻ പറ്റും. നിന്റെ ഭാരം ദൈവത്തിന്റെ സന്നിധിയിലേക്ക് കൊടുക്കുക, അവൻ എന്നെ പുലർത്തും. നിനക്ക് വേണ്ടി ഒരു ദൈവശബ്ദം ഈ പകൽക്കാലം പുറപ്പെടും. കർത്താവിൽ നിന്ന് വരുന്നത് ധൈര്യമായിരിക്കും, കർത്താവിൽ നിന്ന് വരുന്നത് ജീവനായിരിക്കും, കർത്താവിൽ നിന്ന് വരുന്നത് വിശ്വാസമായിരിക്കും. മരണചിന്ത എന്നെ നിങ്ങളെ ഭരിക്കുന്നുണ്ടോ? ഭയം എന്നെ നിങ്ങളെ ഭരിക്കുന്നുണ്ടോ? നിരാശ എന്നെ നിങ്ങളെ ഭരിക്കുന്നുണ്ടോ? ഇതൊന്നും ദൈവത്തിൽ നിന്നല്ല, ദുഷ്ടനിൽ നിന്നായിരിക്കും. ദൈവത്തിൽ നിന്ന് വരുന്നത് ധൈര്യവും ബലവും ജീവനുമായിരിക്കും. കർത്താവ് പറയാണ്, ഇനി മുമ്പോട്ട് ഒരു സാഹചര്യവും ഒരു പ്രതീക്ഷയും ഇല്ല എന്ന് 100% ഉറപ്പുണ്ടോ? എന്നാൽ പോലും കർത്താവിൽ വിശ്വസിച്ച് കർത്താവിന് ഇത് പ്രവർത്തിക്കാൻ കഴിയുമെന്ന് വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ, നിൽപ്പാൻ കഴിയുന്നുണ്ടെങ്കിൽ, കർത്താവ് പറയും, അവസാനത്തോളം സഹിച്ചു നിൽക്കുമെന്ന് രക്ഷ പ്രാപിക്കും. മരണമല്ല, ജീവനെ കർത്താവ് നിനക്ക് തരും. ഈ പകൽക്കാലം അങ്ങനെ ദൈവത്തിന്റെ സന്നിധിയിൽ അവസാനിച്ചിട്ടില്ല, ഒന്നും അവസാനിച്ചിട്ടില്ല. കർത്താവ് പ്രവർത്തിക്കും. ദൈവം ജീവിക്കുന്നതുകൊണ്ട് ഞാനും ജീവിക്കും. അവൻ എന്നെ അനാഥനായി വിടത്തില്ല എന്ന് വിശ്വസിക്കുന്നെങ്കിൽ ദൈവത്തിന്റെ പ്രവൃത്തി സരാപത്തിലെ വിധവയ്ക്ക് വേണ്ടി പ്രവർത്തിച്ചതുപോലെ എൻ്റെയും എൻ്റെ കുടുംബത്തിന് വേണ്ടി, എൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി, എൻ്റെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി, എനിക്ക് വേണ്ടി ദൈവം പ്രവർത്തിക്കുമെന്ന് വിശ്വസിക്കുക. ഗോഡ് ബ്ലെസ് യു ഓൾ. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.